കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അമ്മാവനെങ്ങാനും ഈ അവസ്ഥയിൽ എന്നെ കൈവിട്ട അമ്മാവൻ പറഞ്ഞിട്ടാണ് ഞാൻ അവളെ വിളിച്ചുണ്ടെന്ന് എഴുതി വെച്ചിട്ട് ഞാൻ മരിച്ചു കളയോട്ടാ. അയ്യോ അമ്മാവ് എന്ത് ചെയ്യും? അമ്മാവ് ഇത് എന്ത് ചെയ്യാൻ? അവപ്പോ വീട്ടിൽ മൊത്തം അറിയിക്കും, നാട്ടുകാർ മൊത്തം അറിയും. ആ മജീദ് ആകെ പ്രശ്നാക്കും, നിനക്കെതിരെ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യും. മാവാ അമ്മാവനാ വേണ്ടാത്തവരെ പണിക്ക് നിന്നിട്ട് ഇനി ആ പുണ്ണിനെ ഞാൻ പൂട്ട് ഫലിച്ചാൽ എനിക്ക് നിനക്ക് രക്ഷയുണ്ട്. ഇത് തീർന്നു കഥ കേട്ടോ. എന്താണമ്മേ? അല്ലെങ്കിൽ തന്നെ അച്ഛൻ എപ്പോഴും ഒരു പക്വതയില്ല എന്ന് പറയും. അപ്പൊ അതിന്റെ കൂടെ കെട്ടിമറിഞ്ഞ് വീണിട്ട് അവന് മറവിയും കൂടി എന്ത് ചെയ്യാ? എന്റെ അമ്മയ്ക്ക് പ്രാന്താണ്. എന്റെ അച്ഛനാണ് ഭ്രാന്ത്. വളരെ കറക്റ്റാ, അച്ഛനെ പ്രാന്ത്. എടാ അവനെന്തോ കുഴപ്പമുണ്ട്, ഒരു കാര്യമില്ലാണ് പങ്കി അമ്പിളി അങ്ങനെ പറയോ? അവര് എന്ത് പറഞ്ഞു എന്നെങ്കിൽ പറയണേ. എന്റെ കുട്ടി അവര് ചിലപ്പോ തമാശക്ക് പറഞ്ഞതായിരിക്കും അമ്മേ. തമാശ ഒന്നുമല്ല, ഞാൻ കണ്ടതാണേ. വീണത് അമ്മ കണ്ടോ? വീണത് ഞാൻ കണ്ടില്ല. പിന്നെ പക്ഷെ വീണത് അവന് ഓർമ്മയില്ലടാ. എന്തൊക്കെയാ എന്റെ കുട്ടിക്ക് എന്താണ് പറ്റിയത്? എന്താണ് വാ പറഞ്ഞോ? പോടാന്ന് വിളിച്ച്. പോടാന്നാ പങ്കമാമനെ? അത് ചിലപ്പോ ദേഷ്യത്തിലങ്ങ് വിളിച്ചാവോ? അങ്ങനെയൊന്നും അല്ലടാ. എത്ര പ്രാവശ്യം രണ്ടും കൂടി തല്ലൂടി ഇരിക്കണം, ഇതുവരെ അവൻ പോടാന്നാ എടാന്നാ വിളിച്ചിട്ടില്ല, അറിയോ? ഇത് ആദ്യമായിട്ടാണ്. എന്റെ കുട്ടിക്ക് എന്തോ കുഴപ്പമുണ്ട്, ഉറപ്പായിട്ടും. നീ കരയാൻ നിക്കണ്ട, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചാ പോരെ? ഡോക്ടറെ കാണിക്കണം. പിന്നെ ഏതെങ്കിലും നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കൊണ്ടുപോയിട്ട് കാണിക്കാം. അത് ഭ്രാന്തിന്റെ ഡോക്ടറല്ലേ? അത് വേണ്ട, എന്റെ കുട്ടിക്ക് ഭ്രാന്തൊന്നുമില്ല. പിന്നെ എന്തു ഡോക്ടറെ കാണിക്കാനാണ് അമ്മ? മറവി മാറ്റാനുള്ള ഡോക്ടറെ കാണിക്ക്. നീ മറവി മാറ്റാൻ ഏത് ഡോക്ടറെ കാണിക്കും? എനിക്കറിയൂടാ, അത് ആരാന്ന് വെച്ചാൽ പോയി കാണിക്ക്. പോണേന് മുമ്പ് ഈ തിളച്ചെണ്ണ ഞാൻ അവന്റെ തലയിലൊന്ന് പെരട്ടെ. നമ്മുടെ പ്രാന്തിന് ആ തിളച്ചെണ്ണ ചക്കന്റെ തലയെ കൊണ്ടുപോയി ഒഴിക്കണ്ട. എടാ പൊട്ട, ഇത് ആറിയിട്ട്. അമ്മേ എടാ നോക്കടാ, കണ്ട അവൻ എന്തോ ഒരു കുഴപ്പമില്ല, നടത്ത നോക്ക് നീ. എന്താണ് അവന് പ്രശ്നം? എനിക്കൊരു കുഴപ്പം തോന്നില്ലല്ലോ. എനിക്ക് അമ്മയ്ക്കാണ് എന്തോ കുഴപ്പം തോന്നുന്നത്. അന്തേട്ടാ, എന്താടാ അമ്മേ, എനിക്കൊരു സംഭവം പറയാണ്ട്. നമ്മുടെ പറമ്പിലുള്ള ഷെഡില്ലേ, ആ ഷെഡിനകത്തൊരു പെണ്ണുണ്ട്. അനന്തേട്ടാ, ഒരു പെണ്ണുണ്ട്. എന്താമേ അന്തേട്ടാ നീ പറഞ്ഞു അമ്മേനെ? ഒന്നുമില്ലടാ, ഒന്നുമില്ല. അതെ, നീ എവിടുന്ന പെണ്ണിനെ കണ്ടേ? ഞാൻ പറമ്പിലെ ഷെഡിന്ന്. പറമ്പിലെ ഷെഡിന്ന് ശരിക്കും കണ്ടു? കണ്ടില്ല, കേട്ടു. പെണ്ണിനെ കേക്ക്? പെണ്ണ് തുമ്മണ കേട്ടു. തുമ്മണ കേട്ടു? 2 പ്രാവശ്യം തുമ്മി. 2 പ്രാവശ്യം തുമ്മി?
ചിലപ്പോ നിനക്ക് തോന്നിയതാണെങ്കിലോ? തോന്നിയല്ലേട്ടാ അനന്തേട്ടാ. അമ്മേ, നമ്മുടെ വീടിനെ ചുറ്റിപ്പറ്റി എന്തോ നടക്കണ്ടമ്മേ. അപ്പുണ്ണിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. എന്താ അമ്മ എന്തിനാ കാര്യം? എന്താ എന്താ എന്തേട്ടാ? എന്താണ് ഒതുങ്ങിക്കടാ. എന്താണ് നീ എവിടെ വീണത്? വീഴ്? ആ, അപ്പൊ പങ്കിമാവൻ ആനന്ദേട്ടൻ്റെ അടുത്ത് പറഞ്ഞു അല്ലേ ഞാൻ വീണെന്ന്? അമ്മ പറഞ്ഞാണ്. അമ്മ അവര് വെറുതെ ഓരോന്നും പറഞ്ഞുണ്ടാക്കട്ടോ അമ്മേ. ആണാ? ആ, അല്ലാതെ ഓർമ്മയ്ക്ക് വേറെ ബുദ്ധിമുട്ടുകൾ ഒന്നും തോന്നുന്നില്ലല്ലോ. ഇല്ല. എന്നാ പറ, എന്താ എന്താ പേര്? അനന്തൻ. അയ്യോ, അനന്താവന്റെ പേര് കൂടി മറന്നു പോയടാ. നമ്മുടെ വീട്ടിൽ എന്നും പാല് വാങ്ങിക്കാൻ ഒരു പെൺകുട്ടി വരില്ലേ ഇവിടെ, ആ. കാലിങ്ങനെ നോണ്ടിട്ട്? ആ, ആ കുട്ടിയുടെ പേരെന്താ? കുമാരി. കുമാരി. കറക്റ്റ് അല്ലേ അമ്മേ? കറക്റ്റ് അല്ലേ? ഒരു ചോദ്യം ചേട്ടൻ ചോദിക്കട്ടെ? ആ. ഞാനാരാ? ഏട്ടൻ. എന്താ ഏട്ടന്റെ പേര്? അനന്തൻ. എന്താ ജോലി? സർക്കാർ പണി. സർക്കാരിൽ എന്ത് പണി? സർവയർ. ഈ ആൾക്കാർ കുഴപ്പമുണ്ടെന്ന് പറയണ നിങ്ങള്? എന്തോ കുഴപ്പം? അമ്മയ്ക്ക് ഇതിലേക്ക് കുഴപ്പമുണ്ടോ? ഏട്ടനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു കുഴപ്പമില്ല. ഏട്ടൻ വന്നേ, ആ ഷെഡിലെ പെണ്ണിനെ കാണിച്ചനവാ. ഏത് പെണ്ണ്? അവിടെ പെണ്ണുണ്ടേ. ഏട്ടാ, അവിടെ പെണ്ണൊന്നുമില്ല, നിനക്ക് തോന്നിയതാവുന്ന്. ആനന്ദേട്ടൻ ഞാൻ കേട്ടത്. എന്താ ഇവനിങ്ങനെ ഉറപ്പിച്ചു പറയണ സ്ഥിതിക്ക് നീ ഒന്ന് പോയി നോക്കിക്കോ. എന്റെ അമ്മ, നമ്മുടെ വളപ്പിൽ ഏത് പെണ്ണ് വരാനാണ്? ഏട്ട പെണ്ണുണ്ട്. ഏട്ടൻ വന്നേ, ഞാൻ കാണിച്ചരാ. ബാ മോനാ പുള്ളി ഒരു മിനിറ്റ്. എടാ, നീ പോണേന് മുമ്പ് ഈ എണ്ണ ഒന്ന് തലയിൽ തേച്ചിട്ട് പോയിക്കോ. എന്റെ തലയിലാ? അതാ ബോധമില്ലാത്ത പഞ്ചമാരുടെ തലയിൽ വെച്ച് കൊടുക്കും. ഇത്തിരി ബോധം വരട്ടെ. ഏട്ടൻ ഇങ്ങോട്ട് വന്നേ, ഏട്ടൻ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വാ. ബാ. എന്റെ കയ്യെന്ന് വിടണ്ട പുള്ളി. വരി. എന്താ ഈ കാണി? അതെ, അവിടെ അത് പൂട്ടോണ്ട് പൂട്ടിണ്ടേ. അമ്മാവാ, ഈ അപ്പുണ്ണിയേട്ടനെ അലമ്പാക്കോ പറഞ്ഞു? എനിക്കറിയാൻ പാടില്ല കേട്ടോ. എന്തൊരു കഷ്ടമാണ് അവനവന്റെ കുടുംബത്ത് സമാനം തരൂല എന്ന് പറഞ്ഞാലേ. ചാവിന്റെ ഇടില്ല. പാരാ പൂട്ടി? പങ്കിമാവനായിരിക്കും. മജീദ് ഖാനെ കൊണ്ട് ഇപ്പൊ ഇത്രയും ശല്യമില്ല. ആണോ? കൊട്ടാക്കടാ. ചാവി എവിടെയാണ്? പങ്കിമാവന്റെ കയ്യിലുണ്ടാവും. പങ്കമാവൻ എവിടെയാണ്? പങ്കിമാവൻ അവിടെ ഉണ്ടാ. ഇങ്ങോട്ട് വന്നേ. എന്തൊക്കെയാ ഇങ്ങോട്ട് വാ. വേറെന്തേലും പറഞ്ഞു. ഇപ്പോ നിനക്ക് എത്ര കണക്ഷൻ ഉണ്ട് ഇപ്പോ? കണക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടേക്കാ? ചോദിക്ക്. അതെ, ആ ഷെഡിന്റെ ചാവി ആരെടുത്താ? ഷെഡിന്റെ നമ്മുടെ അവിടുത്തെ ഷെഡിന്റെ. എന്തായാലും തരാ. എന്താ അവിടെ എന്തോ കണ്ടു തുമ്മിന്നൊക്കെ പറഞ്ഞിട്ട് ആകെ പ്രശ്നം ഉണ്ടാക്കി നടക്കാണ്. വെറുതെ ഭ്രാന്ത് പറയണത്. മറ്റേ വീണത് അറിഞ്ഞില്ലേ? ആ, വീണൊക്കെ ഞാൻ അറിഞ്ഞു. ആര് വീണു? നീ വീണത്? ഞാൻ വീണില്ലേ, ഒരു കള്ളം പറയണതാണ്. ആ, വീണില്ലെങ്കിൽ വേണ്ട, അത് അവിടെ കിടക്കട്ടെ. വീണൂന്ന് തന്നെ അല്ല, ഇപ്പൊ വീണതിന് ശേഷം കണ്ണ് കണ്ട അത്തുമ്പത്തൊക്കെ വിളിച്ചു പറയാ. അത് കേട്ടിട്ട് അപ്പൊ നീ പോണവന്റെ പിന്നാലെ. അമ്മാവനെ ആ ഷെഡിന്റെ കീഴ് കൊടുത്ത അനന്തേട്ടന്. എന്ത് കാണാനാണ്? അവിടെ പെണ്ണിനെ കാണാൻ. പെണ്ണ് എന്റെ അനന്തേട്ടൻ ഞാൻ എന്റെ മിഷ്യൻ കൊണ്ടുവന്ന് അതിൽ വെച്ചിട്ടുണ്ട്. അത് പൂട്ടി വെച്ചെന്നും പറഞ്ഞിട്ടാണ് പെണ്ണെന്ന് ഈ പറഞ്ഞുകൊണ്ട് നടക്കണം. മിഷൻ തുമ്മുവോ? തുമ്മേ? ആ, മിണ്ടാണ്ട് നിക്കിന്റെ. അത് മേടിക്കേ. അതിന്റെ ആക്രാന്തം നോക്കി എന്ത് കാണാനാടാ പോണേ? ഒരു സ്വൈരല്ലാന്ന് ഇപ്പൊ അവിടെ വലിച്ചോണ്ട് വരികയാണ്. എവിടെ ചാവി ആരെടുത്താ? കാര്യമുള്ള കാര്യത്തിനൊന്നും ഒരു ഉത്സാഹവും അല്ലാത്തതിന് ഇങ്ങനെ നിക്കണം. ചാവിയും കൊടുത്തേ. ചാവി എന്തിനാ അനന്തേട്ട വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിൽക്കുന്നത്? എടാ, അതൊന്ന് തുറന്ന് കാണിച്ചു കൊടുക്കട്ടെ, അപ്പൊ പ്രശ്നം തീരുമല്ലോ. ചാവി എന്റെ അടുത്തുണ്ട്. താത് എന്നാ കൊണ്ടേ കാണിക്ക്. ഏതാ ചാവി? ആ ഗോൾഡ് കളറില. ഞങ്ങള് വരാം. വെറുതെ വേണ്ട കാര്യം. എന്റെ സമാധാനത്തിന് വേണ്ടി വരുവാണ്. ഇനി അവിടെ എങ്ങാനും പെണ്ണില്ല എന്ന് പറയട്ടെ, എന്റെ തലമണ്ട ഞാൻ പൊട്ടി. പെണ്ണുണ്ട്. ഒരു കാര്യമില്ലാട്ട് അനന്തേട്ട ഇതിന്റെ. എന്താ നീ വെറുതെ ഈ ചെക്കൻ പറഞ്ഞു കേട്ടിട്ട് ഇത് എന്തിനാണ് അത് തുറക്കണേ? അനന്തേട്ടാ, തുമ്മല് കേക്ക. തുമ്മല് നിന്റെ തുമ്മലല്ല, പെണ്ണ് തുമ്മട്ടെ. പെണ്ണുണ്ടല്ലോ അത്. എടാ, അത് പാമ്പെന്തിലായിരിക്കും. പാമ്പ് തുമ്മല്ലേ? അനന്തേട്ടാ തുറക്ക് കാണാപ്പാ. ചില സമയത്തുള്ള സ്വഭാവം ഉണ്ടല്ലോ. എവിടാണ് അതിൽ പെണ്ണ്? പെണ്ണകത്തുണ്ട്. കാണിച്ചതാന്ന്. പെണ്ണിനെ കൊണ്ട് ഇനി ഇങ്ങോട്ട് ഇറങ്ങിയാൽ മതി കേട്ടോ. കൊണ്ടുപോകാണ്ട് പെണ്ണിനെ. അനന്തേട്ടാ ഇതിന്റെ അകത്തുണ്ട്. അതാണ്. എന്നിട്ട് എവിടെയാണ് പെണ്ണ്? ഇക്കറിയോ? ഭാവിയായി പോയ പെണ്ണ്. ഏത് പെണ്ണ്? ഇതിന്റെ അകത്തിരുന്ന പെണ്ണ് എവിടെയെന്ന്? അനന്തേട്ട ഇത് തല അടിച്ച് വീണിട്ട് വെളിവില്ലാതെ അതും പറയണേന്ന്. എന്നെ പറഞ്ഞതിൽ കുഴപ്പമില്ല, അമ്മാവനെ സംശയിച്ചാലും എനിക്ക് ടെൻഷൻ. അമ്മാവനെ പറയും. അമ്മാവനാണ് മിഷൻ താങ്ങിയത്. ഇതേ വലിയ മിഷനാണ്, താർപോളിൽ കൊഞ്ഞോണ്ട്. ഇത് ചെറുതല്ലേ?
എന്താണ് മിഷ്യൻ വലുതാകുകയും ചെറുതാകുകയും ചെയ്തുകൊണ്ടിരിക്കണ? ഈ മിഷ്യൻ തന്നെയാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്. അല്ലട്ടാ അനന്തേട്ടൻ ഞാൻ കേട്ടതാണ്. അല്ല ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ വിലപിടിപ്പുള്ള മെഷീനാണെങ്കിൽ എന്തിനാ നീ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ചാൽ നിനക്ക് അവിടെ ചപ്പോരെ? അത് തന്നെ പറഞ്ഞു കൊടുക്കണേ. എന്ത് എന്താടാ ഉരുണ്ട് കളിക്കണേ? അനന്തേട്ടാ, അത് ഇതുപോലത്തെ 2 മിഷ്യനെ കേരളത്തിൽ ഇറങ്ങിയിട്ടുള്ളൂ ഇല്ലേ? അതെ. അപ്പൊ അതിൽ ഒരെണ്ണം എനിക്കാണ് കിട്ടിയത്. അപ്പൊ ഇത് അറിഞ്ഞിട്ട് അപ്പുറത്തെ കേബിൾ നടത്തുന്ന പ്രമോദ് എന്നോടൊന്ന് വായ്പ ചോദിച്ചു, ഈ സാധനം 2-3 ദിവസമൊക്കെ തരുമെന്ന്. അപ്പൊ ഞാനതില്ല, എൻ്റെ അടുത്ത് ഇല്ല, അത് സർവീസിന് കൊടുത്തെന്ന് പറഞ്ഞു. അപ്പൊ അയാൾ വീട്ടിൽ അന്വേഷിച്ച് വരുമ്പോ കാണാതിരിക്കാനാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഒളിച്ചു വെച്ചത്. അയാൾ പല സഹായവും നമുക്ക് ചെയ്യണതാണേ. അയ്യോ നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ കിട്ടുമോ? അല്ല ഇങ്ങനൊക്കെ ഉണ്ടായോ? അമ്മാവ അമ്പിളി എന്തേ കാണിക്കണേ? അമ്പിളിന്റെ കള്ളത്തരങ്ങൾക്കൊക്കെ കൂട്ടുന്ന കേട്ടോ, അവസാനം മനസ്സിലാവും. എന്താ ഈ ചെക്കൻ പറയണേ? അപ്പണ്ണി പറഞ്ഞ സത്യമൊക്കെ എല്ലാവർക്കും മനസ്സിലാവും കേട്ടാ. എടാ നിന്റെ തലയിൽ മുറിവെണ്ണ ഇടാൻ പറഞ്ഞിട്ട് നീ കൂട്ടാക്കിയോ? ഇല്ല. എന്നാ അത് ആദ്യം പോയിട്ട് ചെയ്യ്, അല്ലാണ്ട് ബാക്കിയുള്ളവരെ കള്ളന്മാരെയൊക്കെ ഇല്ല. ഇവിടെ വർത്താനം ആണെന്നിട്ട് ഞാൻ കേട്ടതാണ് തുമ്മല്. അങ്ങനെ തലക്കൊന്നാട് തരും മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടിയിട്ട്. സീതാലക്ഷ്മി, കാര്യം എന്താന്ന് പറഞ്ഞിട്ട് നീ കാര. ഇതുവരെ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞു നിങ്ങൾ കേട്ടില്ലേ മനുഷ്യ? കേട്ട്, പക്ഷെ കേട്ടതൊന്നും മനസ്സിലായില്ല. നമ്മുടെ മോൻ തലയിടിച്ച് വീണില്ലേ അപ്പുണ്ണി? അവൻ ആ വീഴ്ചയിൽ എന്തോ പറ്റിയിട്ടുണ്ട്. അയ്യോ, അവനെപ്പോ വീണായിരുന്നു? ഓ എന്റെ ദൈവമേ, എന്റെ തല. എന്താടാ നീ വല്ലതും കണ്ടാ? എൻ്റെ അമ്മ അവിടെ നിന്ന് ഒന്നുമില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ അമ്മയുടെ അടുത്ത്, അവിടെ അമ്പിളിയുടെ എന്തൊക്കെയോ സാധനങ്ങൾ അതിനകത്തിരിക്കണേ, മെഷീനോ അങ്ങനെ എന്തൊക്കെയോ. ഇത് വെറും അവന്റെ തോന്നലാന്നേ. അവൻ ആവശ്യമില്ലാതെ ഓരോന്ന് പറഞ്ഞു കേട്ടിട്ടാണ് അമ്മ അങ്ങനെ കരഞ്ഞോണ്ടിരിക്കണത്. എന്നാ പിന്നെ നമുക്ക് എന്തായാലും അവന് ഡോക്ടറെ കാണിക്കണം. എൻ്റെ അമ്മയെ അസുഖം ഉണ്ടെങ്കിലല്ലേ ഡോക്ടറെ കാണിക്കേണ്ടത്. അസുഖമല്ലേ എന്നിട്ടാണോ അവൻ അവിടെ അത് കണ്ടു ഇത് കേട്ടു എന്നൊക്കെ വന്ന് പറയണത്? അച്ഛാ, അപ്പുണ്ണിയുടെ വാക്ക് കേട്ടിട്ടാണ് അമ്മ അവിടെ നിന്ന് കരയണത്. അവൻ ഒരു കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത്ര നേരം. ഇത് ആരോട് പറയുന്നു? ആരോട് പറയണ? അതന്നെ ഞാനും പറയണം. അവനെ കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കണം. അവൻ ആ വീഴ്ചയിൽ എന്തോ പറ്റിയിട്ടുണ്ട്. അത് ഈ പൊട്ടന് പറഞ്ഞിട്ട് മനസ്സിലാവാന്നിട്ടാ. അപ്പുണ്ണിയെ മാത്രം കൊണ്ടുപോയി കാണിച്ചിട്ട് കാര്യമില്ല. ഇവിടെ സകല എണ്ണത്തിനെയും കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കണം. അമ്മാവ, കൃത്യസമയത്ത് എനിക്ക് അങ്ങനെ ഒരു ബുദ്ധി ഒന്നുകൊണ്ട് രക്ഷപ്പെടാൻ വരട്ടെ. ഇതാരെങ്കിലും കണ്ടാ കാണാൻ നിന്റെ രക്ഷപ്പെടല്. ഇത് എത്ര ദിവസം ഇവിടെ വെക്കാനുള്ള പരിപാടി? നീ അമ്മാവനെ എന്നെ ടെൻഷൻ അടിപ്പിക്കല്ലേ. ഞാൻ ഇതൊക്കെ ഒന്ന് ക്ലിയർ ആക്കട്ടെ. കൂടെ നിൽക്ക്. കൂടെ നിൽക്കുന്ന പറഞ്ഞത് വല്ല നല്ല കാര്യമാണോ നീ ചെയ്തു വെച്ചേക്കണേ? മിണ്ടാതെ ഇങ്ങോട്ട് വന്നു. വെറുതെ അതും ഇതും ഒക്കെ പറഞ്ഞിട്ട് നോക്കി ഇറങ്ങി മോന്തം കുത്തി വീഴണ്ട. അത് പണിയും കാണിച്ചിട്ട്. ഷാഹിന, ഷാഹിന, ഷാഹിനല്ല, എടീ. കുഴപ്പമൊന്നുമില്ലല്ലേ? അതെ, ഇവിടെ ധൈര്യമായിട്ടിരുന്നു. പെട്ടെന്ന് ആരും ഇങ്ങോട്ട് വരില്ല. അപ്പോഴേക്കും ഞാൻ പോയിട്ട് അകത്ത് കയറാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കിയിട്ട് വരാം കേട്ടാ. ധൈര്യം നോക്കി. അമ്പിളിക്ക, എന്റെ ജീവിതം ഈ നീലപ്പടത്തേക്കകത്ത് തീരുമോ? ചാടി പോന്നവർക്ക് പട്ടുമെത്ത പെട്ടെന്ന് കിട്ടൂല ഷാഹിന. ഇത്തിരി സ്ട്രഗിൾ ചെയ്യണം. എന്തെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി പോന്നേ മോളെ എന്റെ കൂടെ? എന്തെന്ന് വിചാരിച്ചിട്ടാ? മജീദിന്റെ മോളായി പോയി. അല്ലെങ്കിൽ ഞാൻ എന്റെ ബാലഗോപാലൻ എണ്ണ തേപ്പിക്കുമ്പം പാടടി കുടിക്കും. എന്തിനാണ് ഈ പ്രാന്തി നേരത്തെ ഇവിടെ വന്ന്?
എനിക്കറിയാൻ പോലെ പുറകെ നടക്കാണ്. എന്തൊരു കഷ്ടം ആലോചിക്ക്. കാണുവോ? കോരിക്കുളിപ്പിച്ച് കിന്നരിച്ചോ മനിച്ചയ്യ മാറിപ്പളങ്കിപ്പോ അപ്പുണ്ണി, മോനെ, എന്താണ്? മക്കളെ. എവിടെയാടാ നീ? എന്താണ്? അവിടെ നോക്കടി. മോനെ, എവിടാ മക്കളെ? അപ്പുണ്ണി, എന്താണ്? അനന്താ, അപ്പുണ്ണിയുടെ കരച്ചില് കേട്ടതാ. എവിടാടാ? എവിടെയാണ്? അയ്യോ, എന്റെ ഭഗവാനെ, എന്റെ കുട്ടി. അയ്യോ എന്റെ മോനെ. യോ അവിടെ പ്രേതം. എന്ത്? പ്രേതം പറഞ്ഞിട്ട് പ്രേതം. പ്രേതോ? ആ അവിടെ അമ്മ നോക്ക്. അനന്തന്റെ പോയി നോക്ക്. എവിടാ മക്കളെ? കാർബോർഡിലുണ്ട്. എവിടാടാ? മോനെ എന്താ പറ്റി? ഇവിടെ എവിടെയാടാ പ്രേതം? അവിടെ എന്താണെന്ന് കേട്ടോ ഞാൻ കണ്ടതാണ്. എന്താ ഇപ്പൊ? അമ്മ ഞാൻ കണ്ടതാ അമ്മ. കറുത്ത് പറഞ്ഞതിനുള്ളിൽ പ്രേതോ. എടാ, ഇവിടെ പ്രേതൊന്നും ഇല്ലാന്ന്. ഏയ്, ഒന്നുമില്ലടാ. എന്റെ ദൈവമേ. ഏയ്, അടുവാ, അടുവാ. ദൈവമേ, ഞാൻ ആരോടെ പോയി പറയാ. മോനെ എണീക്ക്, എണീക്ക്, എണീക്ക്. മക്കളെ നീ എഴുന്നേര് വാ. അമ്പിളിയെ അമ്മാവ ഒരു പ്രേതം. അമ്മാവ പ്രേതം. എവിടാ? കൊടുക്കണമല്ലോ അവിടെ. ഏയ്, തലക്കൊന്നും മിണ്ടാണ്ടിരുന്ന നീ. അവിടെ. പറഞ്ഞിട്ട് പ്രേതം ഉണ്ട് അവിടെ. ഏയ്, ഇവിടെ ഒന്നുമില്ലല്ലോ. അവിടെ അപ്പുണ്ണി. ഞാൻ കണ്ടതാ. നീക്ക്, നീക്ക്. നീ വന്നേ വെള്ളത്തിന്റെ എഴുതേക്ക് മക്കളെ. നീ വാ ഇതല്ലേ തലേ തോർത്തിട്ട് പോവാ. ഒന്നുമില്ല. കുഴപ്പമില്ലടാ. ഒന്നുമില്ല, ഒന്നുമില്ല. ഒന്നുമില്ല. സാരില്ല, പേടിക്കണ്ട മോനെ, പേടിക്കണ്ട പുള്ളി. ഒന്നുമില്ല. പേടിക്കണ്ട കേട്ടാ. പേടിക്കാനൊന്നുമില്ല. ഒന്നുമില്ല കേട്ടോ, കുട്ടിയെ. വാ ഇവൻ എന്തോ കണ്ടു. ആയോ? ഒന്നുമില്ല, ഒന്നുമില്ല. അവിടെ ഇല്ല. ആ ഏട്ടൻ എടുത്തോളൂ. ചെരുപ്പൊക്കെ എടുത്തോളാം. അച്ഛൻ എടുത്തോളാം. അല്ലേ? നീ കുഴപ്പമില്ല, ദാ കുഴപ്പമില്ല. അവനെ പിടിക്ക്. ചെരുപ്പ് ആയിക്കോട്ടെ, ചവിട്ടണ്ട. വാ, ചെരുപ്പ് എടുത്തോ. ഒന്നുമില്ല, പേടിക്കാനൊന്നുമില്ല. ഒരിക്കൽ ഒന്നുമില്ല. വരുക. ആ, വാ. വന്നു, വന്നു. കണ്ടതാ ഞാൻ എന്താ നീ കണ്ട്? പ്രേതത്തിനെ. എത്രന്ന് വെച്ചിട്ടാ ആ പുണ്യനെ ഇങ്ങനെ പൊട്ടനാക്കുക? ഞാൻ കൊണ്ടുവന്ന് നിർത്തണോടത്തൊക്കെ പുള്ളി പുറകെ നടക്കണ എന്തിനാണ്? പുറകെ നടക്കണതാ. നമ്മളെ പോലെ പണിയെടുക്കാത്തവരെ ഇവിടെയൊക്കെ വരാത്തുള്ളൂ. അവൻ പറമ്പ് മുഴുവൻ നടക്കണതാ. എന്നിട്ട് വർത്താനം പറയാൻ നിൽക്കുക. എത്രയും പെട്ടെന്ന് കൊടുത്ത് കൊണ്ടുപോയിക്കോ അമ്പിളി. ഞാനെങ്ങാട് കൊണ്ടുപോകാൻ ഇത് എവിടുത്തെ ന്യായം? പുണ്യേ ചായന, ചായന, നീ എനിക്ക് വേണ്ടി ഒരുപാട് സഹിക്കണുണ്ടല്ലേ അല്ലേ? എല്ലാം ശരിയാവും. പിന്നെ എടുത്തിയാടി പോകുന്നതല്ലേ? വിശക്കണ്ട എനക്ക്? പിന്നെ ഭയങ്കര വിശപ്പുണ്ട്. ആ, എന്താ ഇപ്പൊ കഴിക്കാൻ വേണ്ടത്? 4 പൊറോട്ടയും ചിക്കൻ കറിയും. ഇന്നൊരു മറക്കാത്ത ചായയും ഒരു ബിരിയാണിയും കൂടി ആയാലോ? ഞാൻ ഇവിടെ ഒരു പന്തലിട്ട് തരാം. ഇത്ര അന്തം കുന്തല്ലാത്തൊരു കുട്ടീനെ കൊണ്ടാണോ നീ ഇറങ്ങിയേക്കണം അമ്പിളിയെ? ഇവിടെ കണ്ടത് മുതൽ ജനപാലനം ഇറങ്ങിയിട്ടില്ല എനിക്ക്. എന്താ നീ ഉദ്ദേശിക്കണേ? അല്ല, പുതിയാപ്പിളുടെയും പുതിയവണിന്റെ പരിപാടി എന്താന്ന് പറഞ്ഞേ? അമ്മ അവള് വെട്ടൊന്ന് മുറി രണ്ടെന്ന് പറഞ്ഞ പ്രകൃതക്കാരിയാണ്. അവളുടെ വാപ്പ ഏതോ കല്യാണം നിശ്ചയിച്ചെന്ന് പറഞ്ഞപ്പോ ചാടി പുറപ്പെട്ടാണ്. ഞാൻ എന്ത് ചെയ്യാനും? ദൈവമേ, നേരം വെളുക്കുമ്പോ തൊട്ട് നടക്കണതാ ഈ പറമ്പായ പറമ്പൊക്കെ. ഇനി പോവാനിടല്ല. എന്താ ഇനി പരിപാടിയുടെ ഇന്നത്തെ കാര്യം തന്നെ? രാത്രി ഇവിടെ ഇരുത്താൻ പറ്റുമോ? എന്താ ചെയ്യാൻ ഉദ്ദേശിക്കണേ? ഒന്ന് പറയുന്നില്ലേ? എന്തേലും ആലോചിക്കണം. എന്താ ആലോചിക്കണേ? നീ കഥ ആലോചിച്ചിട്ട് ഇവിടെ ഇരിക്കുക. എനിക്ക് നെഞ്ചിടിച്ചിട്ട് മാറില്ലാന്ന്. ഞാൻ ഒരു ബുദ്ധി പറയട്ടെ. നീ ഒന്നും ബുദ്ധിയും പറയണ്ട. ഞങ്ങൾ എന്തേലും മണ്ടത്തരം ചെയ്തോളാം. നീ പറയ്. അവള് പറയട്ടെ. എന്താണ്? എന്താ കാര്യം? എന്തെങ്കിലും ഒരു ഐഡിയ എന്തെങ്കിലും പറയൂട്ടേ. വിളിക്കാ അമ്മാവാ, നമുക്ക് നേരെ ചെന്ന് അച്ഛന്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ചാലോ? എന്തായാലും കുറച്ച് ദിവസം കഴിയുമ്പോ അവരറിയണ്ടല്ലേ. അയ്യോ, നമുക്ക് ആ മജീദിനെയും കൂടി വിളിക്കാം. അപ്പൊ അച്ഛനും അമ്മയും വാപ്പയും നല്ല രസമായിരിക്കും പരിപാടികൾ. നീ മര്യാദക്ക് എന്തെങ്കിലും കാര്യം ആലോചിക്കണ്ടോ?
അമ്മാവൻ നമുക്ക് ഗ്രാജുവലി ഇങ്ങനെ ചെയ്ത് പതുക്കെ അവരെ അറിയിക്കാം. അപ്പോഴേക്കും അവരെന്തെങ്കിലും പ്രശ്നം വന്ന് ഇറങ്ങി പോകുന്നു പറഞ്ഞാൽ എനിക്ക് എവിടെയെങ്കിലും ഒരു വാടകയ്ക്ക് വീട് സംഘടിപ്പിക്കാനും പറ്റും. പിന്നെ അവിടെ താമസിക്കാനല്ല. അതാണ് ഞാൻ ആലോചിക്കണത്. അപ്പൊ കുട്ടി കാര്യങ്ങളൊക്കെ ശരിക്കും ആലോചിച്ചിട്ടുണ്ട് അല്ലേ, നീ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ? പിന്നെ ഉത്തരവാദിത്വം വന്ന സ്ഥിതിക്ക് അല്ലെങ്കിൽ ഞാൻ അമ്മാവന്റെ പോലെ പാറാവറന്തലായി പോവില്ലേ? ഞാൻ പാറാപറന്തനായിട്ടില്ല, പെണ്ണിട്ടിട്ടില്ല എന്നുള്ളൂടാ. എനിക്ക് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. മര്യാദക്ക് നീ ഇവിടുന്ന് ഈ കുട്ടീനെ ഒന്നില്ലെങ്കിൽ ഇവിടുന്ന് കൊണ്ടാക്കോ, അല്ലെങ്കിൽ ഇവിടെ എന്താ ചെയ്യാൻ പോണെന്ന് നീ ഈ കാര്യം പറഞ്ഞോ. എന്നെ നീ ഇതിന് കിട്ടില്ല ഈ വക നടപ്പിനെ. ഇതൊരു മര്യാദകേടാണ് അമ്മാവനീ പറയണ. ഇതൊക്കെ ആദ്യം തന്നെ ആലോചിക്കണം. കൂടെ നിന്ന് വന്നിട്ട് ഇടക്ക് വെച്ചിട്ടാണ് ഇതുവാതി നീ കൊണ്ടുവന്ന കാര്യത്തിന് ഞാൻ കാല് പിടിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ നിന്നത്. അമ്മാവനോട് ആരാ പറഞ്ഞ പെട്ടി വണ്ടി ഓടിച്ച് വീട്ടിലോട്ട് കൊണ്ടുവരാൻ? വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയാ പോരാന്നാ? അതല്ലേ ഇപ്പൊ പറ്റിയത്? ഞാൻ ആരോടത് പറയുന്നേ ഒന്നേ. എടാ ഞാനിപ്പോ ഒരൊറ്റ കുട്ടിയെ നിന്നെ ആലോചിച്ചിട്ടാണ്, മജീദിന്റെ മോളെന്നെ ആലോചിച്ചിട്ടാ ഞാൻ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കണേ. ഞാൻ ചേച്ചിയുടെ അടുത്ത് പോയി പറഞ്ഞു ഇപ്പൊ ഞാൻ കോളാക്കി. എന്തിന് പറയണേ? ഞാൻ മജീദിന്റെ മരുമോനാണെന്ന് അങ്ങനെ ആലോചിച്ചാൽ എന്താണപ്പാ? മോന്ത കുറ്റിയൊന്നും നോക്കിയൊന്നും ഞാൻ തരും ടംബിൾ ചെയ്യാൻ. അമ്മാവ ഒച്ച ഉണ്ടാക്കി ആളെ കൂട്ടണ്ട. ഏതായാലും ഇത്രയും നേരം കൂടെ നിന്നില്ലേ, ഞങ്ങൾക്ക് അമ്മാവനല്ലേ ഉള്ളൂ. അയ്യോ അമ്മാവാ, ഒരു ഐഡിയ ഉണ്ട്. നമ്മുടെ ഈ പറമ്പിലും അവിടെ ഇവിടെയൊക്കെ അല്ലേ എല്ലാവരും വന്ന് കാണുള്ളൂ. നമ്മുടെ മച്ചിന്റെ മോള് ഫ്രീ ആയിട്ട് കിടക്കല്ലേ, നമുക്ക് ഇവിടെ മച്ചിന്റെ മോളിൽ കയറ്റാം. മച്ചിന്റെ മോളിലേക്ക് കയറാനായിട്ട് കോണി അകത്തല്ലടാ. അതിന് ഐഡിയ ഉണ്ടെന്ന്. അമ്മാവനൊരു കാര്യം ചെയ്യോ, അമ്മാവൻ പോയിട്ട് ആ മച്ചിന്റെ മോളൊന്ന് അടിച്ച് വൃത്തിയാക്കി ഇടുവോ? നീ എന്താ നിന്റെ പ്രേമകഥയ്ക്ക് ഈവൻ മാനേജ്മെന്റ് ഏൽപ്പിച്ചിരിക്കല്ലേ ഈ പണിയൊക്കെ ചെയ്യാനായിട്ട്? നേരെ മൾക്കുമ്പോ തൊട്ട് നടക്കണം ഞാൻ നിന്റെ കൂടെ. എന്നെ കൊണ്ട് സാധിക്കില്ല. അമ്പിളി എന്നൊന്നും നീ വെറുതെ വിടറാ. എനിക്ക് മനസ്സിനും സുഖമില്ല, ശരീരത്തിനും വയ്യാണ്ടായി. കൂടെ നിൽക്കണവരിങ്ങനെ വിഷമം കയറ്റി കൊല്ലാനാണ് പിന്നെ എന്തിനാ കൂടെ നിൽക്കണ? ഞങ്ങളെ രണ്ടുപേരും അങ്ങോട്ട് കഴുത്തിനരിച്ച് കൊല്ലാം അമ്മാവൻ ഇവിടെ ഇട്ട്. ആ അതെ, നീ ഇതൊന്നും കേട്ട് പേടിക്കണ്ട. അമ്മാവൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അമ്മാവനൊരു ഉപകാരം ചെയ്യോ, ആ മച്ചിന്റെ മുകളിലൊന്ന് അടിച്ച് ക്ലിയർ ചെയ്തിടുവോ?